പറയുന്നതാണ്. അല്ലാഹു തമ്പുരാനുണ്ടല്ലോ, വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ഐശ്വര്യവാനും സ്തുതിക്കപ്പെടുന്നവനുമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ലിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ചോദിക്കണം. തമ്പുരാനെ, ഞാൻ ഒരുപാട് ദോഷം ചെയ്തയാളാണല്ലോ, കുറെ കുറ്റങ്ങൾ ചെയ്തയാളാണല്ലോ, പക്ഷേ നമ്മൾ ചോദിക്കാൻ മടിക്കണ്ട. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിരന്തരമായി തേടുമ്പോ, അല്ലാഹുവിനോട് നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോ, സ്വാഭാവികമായും വിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവും. ആ തേട്ടം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഖൈറായ കാര്യങ്ങളുടെ വിചാരങ്ങൾ വരും. ചോദിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനം നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാൻ മടിക്കരുത്, അല്ലാഹു നമുക്ക് സ്വർഗം തരാൻ. ആ സ്വർഗത്തിലേക്കുള്ള അമലുകൾക്കുള്ള തൗഫീഖിന് വേണ്ടി തേടണം. വെറും സ്വർഗം തേടിയാ പോരാ, അല്ലാഹുവിനോട് തൗഫീഖിന് വേണ്ടി തേടണം. അതാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, അഥവാ ഒരുപാട് അമൽ ചെയ്യുവാനുള്ള സമയമുണ്ടാകാൻ, അതിനുള്ള മനസ്സുണ്ടാകാൻ. തന്നെയുമല്ല, റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ആ റമളാനിൽ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ. വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. നോമ്പെന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഖുർആൻ പാരായണം അത് സ്വർഗത്തിന്റെ മാർഗമാണ്. അപ്രകാരം ഖിയാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി റമളാനിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങൾ. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ താക്കോലാണെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. വെറുതെ അത് ചെയ്യാനുള്ളതല്ല, അത് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് സ്വർഗത്തിലേക്കുള്ളതാണ്. അറിയാമല്ലോ, റമളാൻ വന്നാൽ അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അവസരമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി റഹ്മാനായ നാഥൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, സ്വർഗത്തിന് റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യദ്ഖുലുഹാ ഇല്ല സ്വാഇമൂൻ, നോമ്പ് നോറ്റവരല്ലാതെ ആ വാതിലിലൂടെ കടക്കുകയില്ല. നിസ്കാരത്തിന്റെ കാര്യം പറയണ്ട, ഖുർആൻ പാരായണത്തിന്റെ കാര്യം പറയണ്ട. സ്വർഗത്തിലെത്തിയാൽ പോലും അല്ലാഹു തആല ഖുർആൻ ഓതാൻ പറയുന്ന ഹബീബായ റസൂലുള്ള പറയാണ്, യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട് സ്വർഗത്തിൽ വെച്ച് പറയപ്പെടുന്നതാണ്, ഇഖ്റ, നീ ഖുർആൻ ഓത്, വർത്തഖി, എന്നിട്ട് നീ ഇങ്ങനെ ഉയർന്നോ, വറത്തിൽ കമാ തുറത്തിലു ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് ഖുർആൻ ഓതിയിരുന്നത് പോലെ നീ ഇവിടെ നിന്നും ഖുർആൻ ഓതിക്കോ. എന്നിട്ട് പറയും, എവിടെയാണോ നീ അവസാനത്തെ ആയത്തോതുന്നത് അത്രയും ഉയരത്തിലാണ് നിന്റെ സ്ഥാനം, അവിടെയാണ് നിന്റെ സ്ഥാനം അവസാനിക്കുന്നത് എന്ന് ആ സ്വർഗവാസിയോട് അല്ലാഹു പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ പാരായണത്തിന്, നോമ്പ് നോൽക്കാൻ, റമളാനിൽ നിസ്കരിക്കാൻ ഒക്കെ നമ്മൾ അല്ലാഹുവിനോട് തേടുന്നത് എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാണ്. ചിന്തിക്കണം. അതിന്റെ വഴികൾ അല്ലാഹു ഇവിടെ ഇങ്ങനെ വിവരിച്ചിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ സ്വർഗത്തിലേക്ക് വിളിച്ചയാളായിരുന്നു. അല്ലാമ ഇഖ്ബാൽ
വയോവൃദ്ധനായി പ്രായമേറിയ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ വെച്ചൊരു സ്വീകരണം നൽകപ്പെടുകയുണ്ടായി. അദ്ദേഹം നബിയെ ഒരുപാട് പ്രകീർത്തിച്ച വലിയ ഒരു കവിയാണ്, പ്രവാചക സ്നേഹിയാണ്. അല്ലാമ ഇഖ്ബാലിന് ഡൽഹിയിലെ ആ പരിപാടിയിൽ സ്വാഗതം പറയുന്നയാൾ ഇഖ്ബാലിനെ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കെ, ഇഖ്ബാലിൻ നബിയോടുള്ള ആ സ്നേഹം ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ടിരിക്കെ, പെട്ടെന്നയാൾ ഒരു കവിത പാടി നബിയെ കുറിച്ച്. റസായെ ഖുദാ റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്താണോ അള്ളാഹുവിന്റെ ഇഷ്ടം, അത് തന്നെയാണ് മുഹമ്മദ് റസൂലിന്റെ ഇഷ്ടം എന്ന് പറയുന്ന ആ കവിത അങ്ങ് പാടിയപ്പോൾ അല്ലാമ ഇഖ്ബാൽ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. സ്വാഗതം പറയുന്നയാളുടെ തോളിൽ പിടിച്ചു. എന്നിട്ട് അയാളോട് മെല്ലെ മന്ത്രിച്ചു, സഹോദരാ, ഒന്ന് മാറി നിൽക്കുമോ? എന്റെ മനസ്സിൽ ഒരു മദ്ഹിന്റെ ഈരടി വരുന്നുണ്ട്, അത് ഞാനൊന്ന് പാടട്ടെ. അയാൾ മാറി നിന്നു. ഇഖ്ബാൽ ജനങ്ങളുടെ മുമ്പിൽ പാടിയതാണ്, ഖുദാനെ ലഗായേ ജന്നത്ത് ഔർ ന സജായേ മുഹമ്മദ്, ഖുദാ ന ലഗായേ ജഹന്നം ഔർ ന ബുജായേ മുഹമ്മദ്. അല്ലാഹു ഒരു സ്വർഗമുണ്ടാക്കി, മുഹമ്മദ് അതിൽ കൊണ്ടുവന്ന ആളുകളെ പാർപ്പിച്ചു. അല്ലാഹു ഒരു നരകമുണ്ടാക്കി, മുഹമ്മദ് അതിനെ ഊതിക്കെടുത്തി. ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബി അല്ലാതെ മറ്റാരാണ്? പ്രിയപ്പെട്ടവരെ, ആരാണ് ലോകത്തെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തിയാണോ? ഏതെങ്കിലും സിനിമാ തമ്പുരാക്കന്മാരാണോ? ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളാണോ? മനസ്സിന്റെ ഉള്ളിൽ സ്നേഹത്തോടെ അഭിമാനത്തോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം ജനിപ്പിക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. ഈമാനിന്റെ വെളിച്ചം നമുക്ക് പകർന്നു നൽകിയ, എല്ലാ നന്മകളും ലോകത്തിന്റെ മുമ്പിൽ മനോഹരമായി അവതരിപ്പിച്ച ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖുദാനെ ലഗായേ ജന്നത്ത് ഔർ ന സജായേ മുഹമ്മദ്. അല്ലാഹു ഉണ്ടാക്കിയ സ്വർഗത്തെ അലങ്കരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനം, സന്തോഷ വാർത്ത സ്വർഗത്തെ കുറിച്ചായി അല്ലേ? നബിയുടെ പ്രത്യേകത എന്താ? നബിയുടെ ഒരു പേര് തന്നെ ബഷീർ എന്നാണ്. നമ്മളെ കുട്ടികൾക്ക് പേരിടും ബഷീർ, അത് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരാണ്. മുബശ്ശിർ, സന്തോഷം പറയുന്നയാൾ. എന്ത് സന്തോഷാ പറഞ്ഞത്? ദുനിയാവിലുള്ള എന്തെങ്കിലും സന്തോഷാണോ? അല്ലെങ്കിൽ ഇവിടെയുള്ള വിഭവസമൃദ്ധമായ ലോകത്തെ കുറിച്ചാണോ? ദുനിയാവിനെ കുറിച്ച് സന്തോഷമല്ല പറഞ്ഞത്, ഐഹിക ലോകത്തിന്റെ സങ്കടങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ഇത് വഞ്ചനയുടെ ലോകമാണെന്നാ പറഞ്ഞത് അല്ലേ? ദുനിയാവിന്റെ ക്ലേശങ്ങളെ കുറിച്ച്, ഇതിന്റെ വിലകേടിനെ കുറിച്ചാ പറഞ്ഞത്, ഇതിന്റെ നശ്വരതയെ കുറിച്ചാ പറഞ്ഞത്, ഇത് നശിക്കാനുള്ളതാണെന്നതിനെ കുറിച്ചാ പറഞ്ഞത്. ഇതിനെ കഴുതയുടെ ശവത്തോട് സമാനമാക്കുകയാ ചെയ്തത്. ദുനിയാവിന്റെ ഓരോ അവസ്ഥകളെ കുറിച്ചും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ശാശ്വതമല്ല എന്നും അത് നശിക്കുന്നതാണെന്നും അള്ളാഹു തമ്പുരാന്റെ ആ ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ച് മുഹമ്മദ് റസൂൽ പറയുകയായിരുന്നു. സന്തോഷം പറഞ്ഞതിനെ കുറിച്ചാ, സ്വർഗത്തെ കുറിച്ച്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, യാ അയ്യുഹൻ നബിയു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹ് പറയാണ് നബിയേ, ഇന്നാ അർസൽനാക, നിശ്ചയമായും തങ്ങളെ നാം അയച്ചിരിക്കുന്നു, ഷാഹിദ, സാക്ഷിയായിട്ട് അയച്ചിരിക്കുന്നു, വമുബശ്ശിറ, സന്തോഷം പറയുന്നയാളായിട്ട് അയച്ചിരിക്കുന്നു. അല്ലേ? എന്താ സന്തോഷം? സ്വർഗത്തെ കുറിച്ച് സന്തോഷം.
നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഈ സ്വർഗം എന്ന ഒന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ, സംഭവം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് മതി. അതിനപ്പുറമുള്ള കാര്യമാണ് നബിയുനാ